Hi students, SLC IT Model Examile Inkscape ഭാഗത്തുനിന്ന് വന്ന ക്വസ്റ്റ്യൻ നോക്കാം. Open the file rod.bg.svg given in exam documents folder in home in Inkscape software and complete the image as shown below. Arrange the milestone behind the bushes as shown in the model. Save the image as an SVG file in the exam10 folder in home with your register number underscore question number as the file name. മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഹോമിലെ എക്സാം ഡോക്യുമെൻസിലുള്ള rod.bg.svg എന്ന ഫയൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് മാതൃകയിലേതുപോലെ ഒരു ചിത്രം തയ്യാറാക്കുക. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഫയലിൽ ഓപ്പൺ മെത്തേഡാണ്. SVG ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഓപ്പൺ മെത്തേഡിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ യൂസ് ചെയ്തു. ഹോമിൽ എക്സാം ഡോക്യുമെൻസിൽ rod.bg.svg എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ഫയൽ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ ഒരു മൈൽ സ്റ്റോണിൻ്റെ പിക്ചർ ഇവിടെ ഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ട ഒരു സ്ക്വയർ ആണ്. അപ്പോൾ ആ സ്ക്വയർ നമ്മൾ ആദ്യം ഡ്രോ ചെയ്യാം. അപ്പോൾ ആ സ്ക്വയർ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു വൈറ്റ് കളറും ബ്ലാക്ക് ബോർഡറും ഉള്ളൊരു സ്ക്വയറാണ് ഡ്രോ ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു കളറ് വൈറ്റ് കളറ് സെലക്ട് ചെയ്തു. അതിൽ ഒരു സ്ക്വയർ ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ നമുക്കിതിനൊരു ബ്ലാക്ക് കളർ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഓപ്പൺ ചെയ്തു. ഇവിടെ സ്ട്രോക്ക് പെയിൻറ് എന്നുള്ളിടത്ത് രണ്ടാമത്തെ ഓപ്ഷൻ ഫ്ലാറ്റ് കളർ സെലക്ട് ചെയ്തു. ഇവിടെ സ്ട്രോക്ക് സ്റ്റൈൽ എന്നുള്ളിടത്ത് നമുക്ക് 2 വിഡ്ത്ത് മതി, അത്ര മതി, അതിൽ കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ഒരു വിഡ്ത്ത് തന്നെ കൊടുക്കാം. 2 എന്ന് കൊടുത്തു. കളർ സെലക്ട് ചെയ്യുന്നത് ഇവിടെ സ്ട്രോക്ക് പെയിൻറ് എന്നുള്ളിടത്ത് ഇവിടെയാണ്. അപ്പോൾ വീൽ എന്നുള്ളിടത്ത് ഞാനിവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ ടൈപ്പ് ചെയ്യാണ് 20 കിലോമീറ്റർ കേരള. അതിന് മുന്നേ നമുക്കിവിടെ ഒരു ഹാഫ് സർക്കിളും കൂടി ഡ്രോ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ഹാഫ് സർക്കിൾ ഡ്രോ ചെയ്യാനായിട്ട് സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തു. അതിൽ നമുക്കൊരു ഹാഫ് സർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റാർട്ടിൽ 180 എന്ന് ടൈപ്പ് ചെയ്യാം. എൻ്റർ പ്രസ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു സർക്കിൾ ഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സർക്കിള് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവെക്കുന്നു. ഇതിന് വേണ്ടത് ഒരു യെല്ലോ കളറാണ് ഉള്ളിൽ. ആ യെല്ലോ കളറും കൊടുക്കാം. ഇത് നമുക്ക് കുറച്ചൊരു ചെറുതാക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞ കാര്യങ്ങളിലൂടെ ടൈപ്പ് ചെയ്യാം. ആദ്യം തന്നിരിക്കുന്നത് കേരള എന്നുള്ളതാണ്, 20 കിലോമീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ 20 കിലോമീറ്റർ എന്ന് ടൈപ്പ് ചെയ്യാം. കിലോമീറ്റർ എന്ന് ടൈപ്പ് ചെയ്തു. ഇനി അവിടെ ആ താഴെയായിട്ട് നമുക്കൊരു കേരള എന്നാണ് വേണ്ടത്. അപ്പോൾ അതിന് കേരള എന്ന് ടൈപ്പ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്യാണ്, കേരള എന്ന് ടൈപ്പ് ചെയ്യുന്നു. അതൊരു റെഡ് കളറിലാണ് വേണ്ടത്. റെഡ് കളറിൽ കൊടുത്തു. അത് വേണ്ട ഷേപ്പിൽ ആക്കി മാറ്റുക. ഇനി അവിടെയുള്ളത് ഒരു NH47 എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നമ്മൾ NH47 എന്നിവിടെ ടൈപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ അതും ഇതേപോലെ നമ്മളവിടെ സെറ്റ് ചെയ്യുന്നു. അപ്പോൾ പിക്ചർ തന്നതുപോലെ ഏതാണ്ട് നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് സെലക്ട് ചെയ്തു. മൊത്തത്തിൽ എല്ലാത്തിനെയും കൂടി സെലക്ട് ചെയ്യുന്നു. ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്ന് കൊടുക്കുന്നു. ഇനി ഇതിനെ നമുക്ക് ഇവിടേക്കാണ് സെറ്റ് ആക്കേണ്ടത്. ഇത് സെലക്ട് ചെയ്തു ഇവിടെ കൊണ്ടുവെക്കുന്നു. ഇവിടെയാണ് പിക്ചറിൽ വെച്ചിരിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ബുഷിൻ്റെ പുറകിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഒബ്ജക്റ്റിൽ ലോവർ കൊടുക്കുക. ഒന്നും കൂടി ലോവർ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണാം ബുഷിൻ്റെ പുറകിലായിട്ട് ഈ ചിത്രം ക്രമീകരിച്ചിട്ടുണ്ട്.
ഇനി ഈ പിക്ചറിനെ നമ്മൾ സേവ് ചെയ്യുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി ഹോമിൽ exam10 എന്ന ഫോൾഡർ SVG ഫയലായിട്ട് സേവ് ചെയ്യാനാണ്. അപ്പോൾ ഇതിനെ SVG ഫയലായിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അതിൽ ഹോമിൽ exam10ൽ ഇവിടെ നിങ്ങളുടെ ഫയലിൻ്റെ മുന്നേ ആ പേരിൻ്റെ അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതെന്താണോ അത് കൊടുക്കുന്നു. അവിടെ _ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്, 1 കൊടുക്കുന്നു. സേവ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഫയൽ SVG ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ട്. ഓക്കെ.